നാം ഇന്ന് പറയാൻ പോകുന്നത് ഒരാളെക്കുറിച്ച് ഊഹിച്ച് പറയൽ വലിയ അക്രമമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മെക്കുറിച്ചൊക്കെ പലരും ഊഹിച്ചുകൊണ്ട് നമ്മിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസവും വിഷമവുമാകും. അതുപോലെ തന്നെയാണ് നാം ഊഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അവർക്കും വല്ലാത്ത പ്രയാസം ഉണ്ടാകും, വല്ലാത്ത വിഷമം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും ചരിത്രങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരാളെക്കുറിച്ചും ഊഹിച്ച് പറയാൻ പാടില്ല. അത് വലിയ അക്രമമാണ്, വലിയ തെറ്റാണ്. ആ മനുഷ്യനോട് ചെയ്യുന്ന വലിയ കൊടും ചതിയാണ് അതെന്ന് പറയുന്നത്. ഒരിക്കലും ഊഹിച്ചുകൊണ്ട് ഒന്നും നാം പറയാൻ പാടില്ല. അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈഅൻ. ഊഹത്തിന് സത്യവുമായി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. ഊഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് പറയാൻ നമുക്ക് എന്ത് അധികാരമാണുള്ളത്, എന്ത് അവകാശമാണുള്ളത്? അവനിലുള്ള ഗൈബിയായ കാര്യങ്ങൾ, ആ മനുഷ്യനിലുള്ള മറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വല്ലതും അറിയുമോ? അതറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനല്ലേ അവനിലുള്ള മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും ഒരാളെ കുറിച്ച് ഊഹിച്ച് ഒന്നും പറയാൻ പാടില്ല. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ഊഹത്തിൽ നിന്ന് അധികവും നിങ്ങൾ ഒഴിവാക്കണം, അത് നിങ്ങൾ വെടിയണം. ഊഹത്തിൽ നിന്ന് പകുതി ഭാഗവും, ഊഹത്തിൽ നിന്ന് അധികവും അത് തെറ്റാണെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒന്നും ഊഹിച്ചുകൊണ്ട് പറയരുത്. നമുക്ക് അവനിലുള്ള സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നമുക്കൊന്നും അറിയുകയില്ല. ഊഹിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്കിടയിൽ ശത്രുത വർദ്ധിക്കാനും വെറുപ്പ് വർദ്ധിക്കാനും അത് കാരണമാകും. പിശാചാണ് നമ്മുടെ മനസ്സിലേക്ക് ഊഹങ്ങൾ ഇട്ടു തരുന്നത്. അവൻ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, അവൻ നിനക്കെതിരെ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും സംഭവിച്ചിട്ടുണ്ടാവുകയില്ല. പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ ഒരു ചിന്ത ഇട്ട് തന്നുകൊണ്ട് ബന്ധങ്ങൾ തമ്മിൽ അകൽത്തുക, ബന്ധങ്ങൾ തമ്മിൽ വിച്ഛേദിപ്പിക്കുക എന്നത് പൈശാചികമായ ഒരു പ്രവർത്തനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഒരാളെ കുറിച്ച് ഊഹിച്ചുകൊണ്ടൊന്നും പറയരുത്. അങ്ങനെ ഊഹിച്ചുകൊണ്ട് ഒരാളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഊഹങ്ങൾ തെറ്റായി നമ്മൾ ഊഹിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനോട് നമുക്കൊരു വെറുപ്പ് തോന്നും, നമ്മുടെ മനസ്സിൽ ഒരു ദേഷ്യം തോന്നും. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ നമ്മളെ സ്നേഹിച്ചിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും ഊഹങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല, ഊഹിക്കാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ കാണാൻ വരുന്നുണ്ട്. കാണാൻ വന്നുകൊണ്ട് സഫിയ ബീവി തിരിച്ചു പോകുമ്പോൾ ഹബീബായ തങ്ങൾ വാതിൽ വരെ സഫിയ ബീവിയെ അനുഗമിക്കുകയാണ്. ആ സമയത്ത് രണ്ട് അൻസാരികളായ സഹാബികൾ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞവരോട്, അലാ റിസ്ലിക്കുമാ, നിങ്ങൾ അവിടെ നിൽക്കും. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ ഭാര്യയായ സഫിയ ബീവിയാണ്, ഇതെന്റെ ഭാര്യയായ സഫിയ ബീവിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് കരുതിക്കൊണ്ട് പറയുകയാണ്. ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല നബിയെ എന്ന് സഹാബത്ത്, ആ രണ്ട് അൻസാരികളായ സഹാബികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഓ സഹാബ, ഇന്ന ശൈത്വാന യബ്ലുഗു മിനൽ ഇൻസാനി മബ്ലഗ ദം വഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ഷൈഅൻ. നിങ്ങൾ, പിശാച് മനുഷ്യന്റെ രക്തമെത്തുന്ന എല്ലാ സ്ഥലത്തും പിശാച് എത്തും. പിശാച് എന്താവും? മനുഷ്യന്റെ രക്തമെത്തുന്ന എല്ലാ സ്ഥലത്തും എത്തും. എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഊഹങ്ങൾ ഇട്ടുതരും, തെറ്റിദ്ധാരണകൾ ഇട്ടുതരും, ബന്ധങ്ങൾ തമ്മിൽ അകൽത്താൻ, ബന്ധങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടാക്കാനെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുകൊണ്ട് ഊഹാപോഹങ്ങൾ വരുത്തുന്ന കാര്യങ്ങൾ നമ്മിൽ നിന്നുണ്ടാകാനും പാടില്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒരാളുടെയും അഭിമാനം നമ്മൾ കാരണം ക്ഷതപ്പെടാനും പാടില്ല. ഒരാളുടെയും അഭിമാനത്തെ നാം കാരണം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാളുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ മക്കത്തുൽ മുക്കറമ പോലെ പരിശുദ്ധമാണ്, പരിശുദ്ധമാക്കപ്പെട്ട മക്ക പോലെ പരിശുദ്ധമാണ്, കഅബാലയം പോലെ പരിശുദ്ധമാണ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രത്തോളം പവിത്രമാക്കിയതാണ് മറ്റുള്ളവരുടെ അഭിമാനം. അത് നമ്മൾ ക്ഷതപ്പെടുത്തിയാൽ അതിന് വലിയ പ്രത്യാഘാതം നാം ഏറ്റുവാങ്ങേണ്ടി വരും. ഒരാളെ കുറിച്ച് ഊഹിച്ചുകൊണ്ട് പലതും അങ്ങാടിയിലും പീഡിയക്കോലായിലും പോയിരുന്നു കൊണ്ട് കുടുംബങ്ങളിലും പോയി ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ, എന്നിട്ട് അവന്റെ അഭിമാനത്തെ നമ്മൾ ക്ഷതപ്പെടുത്തിയാൽ വലിയ വലിയ പ്രത്യാഘാതം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. അത് ഉറപ്പാണ്. കുറെ ഇങ്ങനെ വെറുതെ ഇല്ലാത്ത കളവും ഊഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ അടുത്ത് പോയി പറഞ്ഞാൽ കേൾക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെ തോന്നിപ്പോകും, യഥാർത്ഥത്തിൽ ശരിയാണോ തെറ്റാണോ എന്ന് ഒരു സംശയം ഇങ്ങനെ അവന്റെ മനസ്സിൽ ഊഹം വരും. യഥാർത്ഥത്തിൽ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ എന്നൊക്കെ. അങ്ങനെയുള്ള പ്രവർത്തനം നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഒരാളുടെ അഭിമാനത്തെ നാം ക്ഷതപ്പെടുത്തിയാൽ, നിങ്ങൾ വീട്ടിന്റെ അകത്ത് ആണെങ്കിലും നിങ്ങളുടെ അഭിമാനം അള്ളാഹു ക്ഷതപ്പെടുത്തും. നിങ്ങൾ ഏത് വീട്ടിന്റെ അകത്ത് ഒറ്റയ്ക്ക് പോയിരുന്നാലും നിങ്ങൾ മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിമാനം അള്ളാഹു ക്ഷതപ്പെടുത്തും, അള്ളാഹു ഇല്ലാതാക്കും. നിങ്ങളുടെ സമൂഹ മധ്യത്തിൽ വെച്ച് വഷളാക്കി നിങ്ങളുടെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരാളെ കുറിച്ചും ഊഹങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കരുത്. ഒരു മുഅ്മിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മുഅ്മിനെ കുറിച്ച് ഊഹങ്ങൾ പ്രചരിപ്പിക്കാതെ അവനെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇയ്യാകും വല്ലന്ന ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്. നിങ്ങൾ ഊഹത്തെ കുറിച്ച് സൂക്ഷിക്കണം. ഊഹത്തിൽ നിന്ന് അധിക സംസാരവും ലന്നിൽ നിന്ന് അധിക സംസാരം അത് കളവാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഊഹിക്കുന്ന ഒന്നും യഥാർത്ഥത്തിൽ ശരിയാവുകയില്ല, അത് കളവായിരിക്കും. വലിയ ശിക്ഷ നമ്മൾ അതിന് ഏറ്റുവാങ്ങേണ്ടി വരും. എന്നിട്ട് ഈ ഊഹത്തെ കുറിച്ച് പറയുന്നതിന് ശേഷം ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഊഹിക്കാൻ പാടില്ല. ഒരാളെ കുറിച്ച് ഒരു കാര്യം നമ്മൾ വെറുതെ മനസ്സിലിട്ട് ചിന്തിച്ച് മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഹബീബായ തങ്ങൾ പറയുന്നത് എന്താണ്? വലാ തജസ്സസു. നിങ്ങൾ ജാസൂസിന്റെ പണിയെടുക്കാൻ പാടില്ല, നിങ്ങൾ ചാരപ്പണി എടുക്കാൻ പാടില്ല. മറ്റുള്ളവരെ രഹസ്യം അറിയാൻ വേണ്ടി ചാരപ്പണിയെടുക്കുക, മറ്റുള്ളവരുടെ രഹസ്യം അറിയാൻ വേണ്ടി ഇങ്ങനെ ചെകഞ്ഞു പോവുക. മറ്റുള്ളവരുടെ ന്യൂനതകളും ഗൈബുകളും നമുക്കറിയണം. ഈ ഊഹമുള്ള ആളുകൾ, ഇങ്ങനെ ഓരോന്ന് ഊഹിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾക്കാണ് മറ്റുള്ളവരുടെ രഹസ്യമറിയാൻ വലിയ ആഗ്രഹം ഉണ്ടാവുക. മറ്റുള്ളവരുടെ രഹസ്യവും പോരായ്മയും അറിയാൻ ആഗ്രഹം ഉണ്ടാവുക ഇങ്ങനെ ഊഹമുള്ള ആളുകൾക്കാണ്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഊഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, വന്നിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയാൻ കാരണം വലാ തജസ്സസു എന്ന്. നിങ്ങള് ജാസൂസിന്റെ ചാരപ്പണി എടുക്കാൻ പാടില്ല. എന്നിട്ട് പറയുന്നുണ്ട് വലാ തഹസ്സസു. നിങ്ങൾ എന്ത് ചെയ്യരുത്? തഹസ്സസു എന്ന് പറഞ്ഞാൽ തജസ്സസും തഹസ്സസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, തഹസ്സസു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാര്യങ്ങൾ അറിയാനുള്ള ഇങ്ങനെ ആഗ്രഹം. എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ അറിയണം. ഓൻക്ക് എന്തേ സംഭവിച്ചേ, ഓന്റെ വീട്ടിൽ എന്തേ സംഭവിച്ചേ, മറ്റോന്റെ വീട്ടിൽ ഓന്റെ ഭാര്യ തെറ്റിപ്പോയല്ലോ, അതെന്തേ ഉണ്ടായി, അവന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ, അതെന്തേ നടന്ന്, അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ അവരെ വീട്ടിനകത്ത്. മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ അറിയാനുള്ള വല്ലാത്ത ആഗ്രഹം, അതാണ് തഹസ്സസു എന്ന് പറഞ്ഞാൽ. അത് ഈ ഊഹമുള്ള ആളുകൾക്കാണ് അതുണ്ടാവുക. നമ്മള് പരസ്പര സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടിയാണ് ജീവിക്കേണ്ട. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, കൂനു ഇഖ്വാന. നിങ്ങൾ എന്ത് ചെയ്യണം? സഹോദരന്മാരാകണം. ഒരു മുഅ്മിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? അവനെ കുറിച്ച് മോശമായി ചിന്തിക്കാൻ പോലും പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ. എപ്പോഴും വിശ്വാസിയെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കാവൂ. മഹാനായ ഹസൻ റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നുണ്ട്, അൽ മുഅ്മിനു യത്ലുബു മആദിറ. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ ഉദുറുകളെ തേടിക്കൊണ്ടേയിരിക്കും. ഉദുറുകളെ ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അതിന് ഉദുറുകൾ, കാരണങ്ങൾ, അത് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, അവൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുകയില്ല, അത് അവൻ ചെയ്തത് തെറ്റല്ല എന്നുള്ള ഉദുറുകൾ ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുമെന്ന് മഹാനായ ഹസൻ റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. ഒരു മുഅ്മിൻ അങ്ങനെയാണ്. ഒരു വിശ്വാസിയെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഏതുവരെ? 70ഓളം ഉദുറുകൾ അവൻ തേടും. എന്നിട്ടും ആ ഉദുറൊന്നും കിട്ടിയില്ലെങ്കിൽ 71ാമത് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കും. അത് ഇങ്ങനെ പാടി നടക്കൂല. ഒരു മുഅ്മിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു നടക്കുകയില്ല. അതിനെന്തെങ്കിലും ഉദുറ് കണ്ടെത്തും. അവന് അത് ചെയ്തത് തെറ്റൊന്നാവൂല. അവന്റെ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു നോക്കണല്ലോ, അവൻ ചെയ്ത കാര്യം ശരിയാണോ തെറ്റാണോ, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കണല്ലോ എന്നിങ്ങനെ പറയും. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാൻ വരില്ല എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. ഒരു മുനാഫിക്കിന്റെ ലക്ഷണം എന്താണ്? വൽ മുനാഫിഖു യത്ലുബു സല്ലാത്ത്. മുനാഫിക്ക് സല്ലാത്തുകൾ, പിഴവുകൾ തേടി നടക്കുമെന്നാണ്. ഒരു മുഅ്മിനിൽ നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ അതിങ്ങനെ അന്വേഷിച്ച് നടക്കും മുനാഫിക്ക്. എന്നിട്ട് അതിങ്ങനെ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിച്ച് അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ വേണ്ടിയെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിശ്വാസികളെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കണം, ഊഹിച്ചുകൊണ്ട് പറയരുത്. ഊഹം നമ്മ വലിയ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കും. ആളുകൾക്കിടയിൽ പിണക്കവും ആളുകൾക്കിടയിൽ പരസ്പര വിദ്വേഷവും അസൂയയും ഒക്കെ ഉണ്ടാക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് ആരെക്കുറിച്ച് ഊഹിക്കാൻ പാടില്ല. ഊഹം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാകാനും പാടില്ല. വലിയ തെറ്റാണ് ഒരാളെ കുറിച്ച് ഊഹിച്ചുകൊണ്ട് പറയാ, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, അങ്ങനെ എന്നെ കുറിച്ചിട്ട് അവനാണ് അവളോട് പോയി പറഞ്ഞത്, അല്ലെങ്കിൽ അവളാണ് മറ്റവളോട് പോയി പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ പിണക്കം ഉണ്ടാക്കിയത് അവളാണ് എന്നൊക്കെയുള്ള ഊഹങ്ങൾ ഒരിക്കലും പ്രചരിപ്പിക്കരുതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.